ഹലോ എൻ്റെ എല്ലാ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും ബലിപ്പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ അരിപ്പത്തിരിയും ഇറച്ചിക്കറിയൊക്കെയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നപ്പോൾ ഇവിടെ ബിരിയാണിക്കുള്ള സെപ്പറേഷൻസൊക്കെ നടക്കുന്നുണ്ട്. ചിക്കൻ അവിടെ പുരട്ടി വെച്ചിരിക്കുന്നു, ഉമ്മി അവിടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വയ്ക്കുന്നു. ഇവിടെ പൈനാപ്പിൾ അരിഞ്ഞത് അവൻ തിന്നുകൊണ്ടിരിക്കുന്നു, കൂടെ ഞാനും. വാപ്പിയാണ് ഇവിടുത്തെ ഷെഫ്. വാപ്പി നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും. വാപ്പി പണ്ടാരിപ്പണിയാണേ. അപ്പം സവാളയൊക്കെ പൊരിച്ചോര് വെച്ചു. അതിനുശേഷം ചിക്കൻ ഫ്രൈ ഒക്കെ പൊരിച്ചെടുത്ത് വെച്ചു. ചിക്കൻ ബിരിയാണിയല്ല, നമ്മൾ ബീഫ് ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും ഒരു സൈഡ് ഡിഷ് എൻ്റെ മക്കൾക്ക് ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ ജീവനാട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ദമ്മിട്ടു അടച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ചൂട് നല്ലപോലെ കലത്തിലടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ സലാഡിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. സലാഡ് അപ്പോഴത്തേക്കും ബാപ്പിയുടെ സലാഡ് ഒരു രക്ഷയുടെ സലാഡാട്ടോ. ഒരുപാടൊന്നും കാണൂലെങ്കിലും ഒരു ശകലേ കാണും, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ ഞങ്ങൾ മുറ്റത്ത് വർത്താനം പറഞ്ഞിട്ട് കാരണം എല്ലാവർക്കും ഫുഡ് കഴിക്കാം, ഹാളിൽ ഇരിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഹാളിലാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാനും ഇച്ചും ഇക്കായും അനിയനും വാപ്പിയും ഉമ്മിയും എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മോളിവിടെ ഓടി നടക്കുക. എല്ലാം അവൾ വിളമ്പി കൊടുക്കാൻ തരാമെന്ന് പറഞ്ഞാൽ അവളെന്നെ ഇവിടെ വെച്ചത്. അപ്പോൾ ഞാൻ നല്ല ചിക്കനും ചോറും സലാഡൊക്കെ നല്ല പൊട്ടുന്ന പിടിയാണ് കഴിക്കുന്നു. ഉമ്മ കഴിക്കുന്നു. അവിടെ ഇക്ക കുഞ്ഞിന് ഫോൺ കാണിച്ചുകൊണ്ട് കയ്യിൽ കൊടുക്കില്ല, ടേബിളിൻ്റെ പുറത്ത് കൊമ്പനാനക്കുട്ടപ്പം വെച്ചിട്ട് കൊമ്പനാനക്കുട്ടപ്പം അത് വെച്ച് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം നേരെ ബീച്ചിലേക്ക് പോയി. സാധാരണ ബലിപ്പെരുന്നാൾ വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും എത്ര വലിയ പ്രശ്നം ഇത് വന്നാലും ഞങ്ങളുടെ ആലപ്പുഴക്കാർക്ക് ബീച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു സ്പോട്ട്. അങ്ങനെയാണ് ബീച്ചിൽ വന്ന് കുറേ നേരം അലഞ്ഞിരിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഒരുപാട് പേരെ കണ്ട്. ചിലരോട് മിണ്ടി, ചിലരോട് മിണ്ടാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ആ ഫോണിൽ കുറേ ഫോട്ടോസ്, സന്ധ്യ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിന് ഇഷ്ടമല്ല, കാര്യം ഞാൻ കറുത്തിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഫിൽറ്ററൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നപ്പോൾ ബാപ്പായും മോനും കൂടെ രാത്രി കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. അവൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ സൈക്കിള് വാപ്പിയും മോനും കൂടെ ഓടിച്ച് കളിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് സുഹൃത്തുക്കളെ. അടുത്ത റൗണ്ട് എൻ്റെ മോള് കയറി പോകാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. ബൈ.